സാമ്പത്തികമാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിൽ, നിങ്ങൾ എന്നും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ച് ബസ് അഹമ്മദിയെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജുഷ. ഞാനിവിടെ 10 വർഷമായിട്ട് കുവൈറ്റിലാണ് ജോലി ചെയ്തത്. ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഈ ഒരു സമയത്ത് എനിക്ക് ചർച്ച് ബസ് അഹമ്മദിയിലൂടെ എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വന്ന കാലം തൊട്ട് തന്നെ എന്നും പള്ളിയിൽ വരാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വാഹന സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പലപ്പോഴും അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ വരാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടി മിക്കപ്പോഴും എനിക്ക് ഈവനിങ്ങിനായിരുന്നു വരുന്നത്. അപ്പോൾ എനിക്ക് പള്ളിയിൽ വരണമെങ്കിൽ രാവിലത്തെ കുർബാനയിലാണ് പങ്കെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ടാക്സിയിൽ വന്നാൽ പോലും തിരികെ ടാക്സിയിൽ പോകാനായിട്ട് ചിലപ്പോൾ ടാക്സി കിട്ടാതെ ഉള്ള ബുദ്ധിമുട്ടും പിന്നെ ടാക്സിയുടെ ഫെയർ അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എല്ലാം എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിയോഗം വെച്ച് ഞാൻ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. പള്ളിയിൽ വരുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചർച്ച് ബസ് അഹമ്മദിയിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ക്രമപ്പെടുത്തി കിട്ടി. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ വരാനായിട്ട് എൻ്റെ ജോലി മേഖലയിലെ സമയമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി തന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ചർച്ച് ബസ് അഹമ്മദി അത് ഈവനിങ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് രാവിലെയും അതിൻ്റെ സർവീസ് ആരംഭിച്ചതുകൊണ്ട് എനിക്ക് മുടങ്ങാതെ പള്ളിയിൽ വരാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബസ് സർവീസിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ ചില സമയത്തൊക്കെ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കുമ്പോഴും ഈ ബസ്സിൻ്റെ ഒരു സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും വരുന്നവർക്ക് എല്ലാ മാസവും തന്നെ ഒരു നമ്പർ ഓഫ് കൂപ്പൺസ്, ഫ്രീ ട്രാവൽ കൂപ്പൺസ് ഈ ബസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഒത്തിരി ബ്ലെസ്സിങ് ആയിരുന്നു എന്നും വരുന്നതിനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു മടി മാറുകയും അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി തരികയായിരുന്നു ഈശോ ഇതിലൂടെയൊക്കെ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെയും എൻകറേജ് ചെയ്യുകയാണ് പള്ളിയിലേക്ക് എന്നും വരാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട്. നമുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇംഗ്ലീഷ് കുർബാനയുണ്ട്. പിന്നെ വീക്കെൻഡ്സിലെല്ലാം മലയാളം കുർബാനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കുർബാനകൾക്കെല്ലാം തന്നെ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ സാമ്പത്തികമാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിൽ, നിങ്ങൾ എന്നും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ച് ബസ് അഹമ്മദിയെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവരുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടാവും. ഞാനിവിടെ നിന്ന് മടങ്ങി പോകുമ്പോഴാണേലും എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ദേവാലയവും ഇവിടുത്തെ പരിശുദ്ധ കുർബാനയൊക്കെ ആയിരിക്കും. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഫ്യൂച്ചർ പ്ലാനും ഒക്കെ സമർപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സർവീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബസ് സർവീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മുടെ അഹമ്മദി പള്ളിയുടെ അണ്ടറിൽ ഏത് ഏരിയയിലാണെങ്കിലും നിങ്ങളെ അവിടെ വന്ന് ബസ്സിൽ കൂട്ടിക്കൊണ്ട് വന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. താങ്ക് യു.